ഇപ്പോഴും ഇന്ദ്രൻ ചേട്ടനെ എനിക്ക് പൊതുവെ പണ്ടുതൊട്ട് അറിയാവുന്നുള്ള ഒന്നും കണക്ക് പറഞ്ഞ് പൈസ മേടിക്കാത്ത ഒരു വ്യക്തിയാണ്. പല സ്റ്റേജ് ഷോയ്ക്ക് പോയിട്ട് ഇന്ദ്രൻ ചേട്ടൻ പൈസ കൊടുക്കാത്ത അനുഭവമൊക്കെ എന്നോട് ഹരീശ്രീ അശോകൻ ചേട്ടൻ ഞങ്ങളൊക്കെ ഒരുമിച്ചിരിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. സ്റ്റേജ് ഷോയ്ക്കൊക്കെ പോകും പൈസ ഒന്നും പറയില്ല, നിങ്ങളോട് ഉള്ളത് തന്നാൽ മതി. അത്ര ഈ പൈസ മേടിക്കാതൊക്കെ വരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്ദ്രൻ മേടിക്കില്ല, ഇന്ദ്രൻ അന്ന് വേണം എങ്കിലും പൈസയുടെ കണക്കൊന്നും പറയില്ല. ഇപ്പോഴും ആ സ്വഭാവം തുടരുന്നുണ്ടോ എന്ന് വല്ലതും ചോദിച്ചിട്ടുണ്ട്? ഇപ്പോഴും ഉണ്ടല്ലേ, അതിന് മാറ്റമൊന്നുമില്ല അല്ലേ? വലിയ മാറ്റമില്ല എന്ന് പറഞ്ഞു, വലിയ മാറ്റമൊന്നും ഇല്ല എന്ന് പറഞ്ഞു അല്ലേ? നമുക്ക് ഉള്ള സമയത്തെ പൈസ കിട്ടുള്ളൂ അല്ലേ? പക്ഷെ ഇന്ദ്രസേട്ടൻ അങ്ങനെ അല്ല. ഇന്ദ്രസേട്ടനെ അതാണ് ഏറ്റവും കൂടുതൽ ആളുകൾ സ്നേഹിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നത്. പിന്നെ വേറൊരു കാര്യം, ഇന്ദ്രസേട്ടൻ എന്നോട് പണ്ടൊരു ഇന്റർവ്യൂ പറഞ്ഞു, ക്യാരവാനിൽ കയറി ഇരിക്കാൻ പറ്റില്ല എന്ന് പറയുന്നു. ക്യാരവാൻ കാണുമ്പോൾ പേടിയാന്ന് പറയും. അതേക്കുറിച്ച് തണുപ്പല്ല, എന്നോട് പറഞ്ഞ ഈ മോർച്ചറി കിടക്കുന്ന പോലെ ഫീൽ ചെയ്യുന്നു. ഇടയ്ക്കിടയ്ക്ക് കർട്ടൻ മാറ്റി നോക്കും, പുറത്ത് ആൾക്കാരുണ്ടോ എന്ന് നോക്കും. ഞാൻ ഇത്തിരിയല്ലേ ഉള്ളൂ. അതാ അത് ഇപ്പം പണ്ടൊക്കെ ഷൂട്ടിങ്ങിന് ഇപ്പൊ ഇതുപോലെ സ്ഥലത്ത് വരുമ്പോ ഇന്നിപ്പോ ഈ വീട് എങ്ങനെയോ അവരുടെ ഒരു മനസ്സുകൊണ്ട് നമുക്ക് കുറച്ച് കൂടുതൽ സ്വാതന്ത്ര്യം കിട്ടും. അതുപോലെ പണ്ട് അങ്ങനത്തെ വീട് മനോഭാവം ഉള്ളവർ അധികം ഉണ്ടായിരുന്നു. ഷൂട്ടിങ് നടക്കുന്നിടത്ത് നേരത്തെ മാനേജരൊക്കെ ഒന്ന് തൊട്ടടുത്ത വീട്ടില് ആർട്ടിസ്റ്റ് ഒന്നാ മേക്കപ്പ് ചെയ്യാവോ, ഒന്നിരുന്നോട്ടെ, ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുമ്പോൾ അവർ സന്തോഷമായിട്ട് സഹകരിക്കുകയൊക്കെ ചെയ്യും. ഇല്ലാത്തവരുമുണ്ട്. അപ്പൊ നമുക്ക് അവിടെ കിട്ടുന്ന ഒരു സുഖം കാരവാനിൽ കിട്ടില്ല. ഇപ്പൊ ഇവിടെ കിട്ടുന്ന നമുക്ക് വളരെ അപൂർവമായിട്ടാണ്. ഇപ്പൊ ഈ വീട് നമ്മൾ ഷൂട്ട് ചെയ്യുന്നു, നമ്മൾ ഈ ഭക്ഷണം ചെയ്യുന്നു, അവർ അടുക്കള വരെ ഒഴിഞ്ഞു കൊടുത്തിട്ട് അപ്പനുമൊക്കെ നമ്മളിവിടെ ഉണ്ട്, മോനുമൊക്കെ. അപ്പൊ അങ്ങനെ ആയിരുന്ന സ്ഥലത്ത് നിന്ന് മാറി പെട്ടെന്ന് രാവിലെ കൊണ്ടുവന്നിട്ട് ഒരു കൂട്ടിലടച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഡോറ് തുറന്ന് ഭക്ഷണവും തള്ളിത്തരിക, പട്ടിക്കൂട്ടിലേക്ക് നമ്മൾ അടച്ചിരുന്ന ഒരു അവസ്ഥ പോലെയാണ്. നമുക്കൊന്നും കാണാൻ പറ്റുന്നില്ലല്ലോ. അതിന്റെ ഒരു സുഖം എനിക്ക് അങ്ങോട്ട് അനുഭവിക്കാൻ പറ്റുന്നില്ല. ഡ്രസ് മാറാം, തിരക്കല്ലേ റോഡിലൊക്കെ അല്ലേ, ഡ്രസ് മാറാം, അങ്ങനെയൊക്കെ ഒന്ന് ഒതുങ്ങി കുറച്ചു നേരമൊക്കെ ആളുണ്ടെങ്കിൽ ചില ഒരു കഥ പറയാനോ ചർച്ച ചെയ്യാനൊക്കെ ഇരിക്കാന്നുള്ളതല്ലാതെ രാവിലെ കൊണ്ടുവന്ന് എന്തായിരുന്നാലും കാരവാനിലല്ലേ എന്നൊക്കെ പറയുന്ന ഒരു മനോഭാവക്കാരുള്ളിടത്ത് നമ്മൾ സങ്കടപ്പെട്ടു. അതാണ് കൂടുതൽ ഉപയോഗിക്കാതിരിക്കുന്നത്. ഈ പണ്ടത്തെ മനോഭാവം ഇപ്പോഴത്തെ പല വീടുകളിലും കിട്ടാത്തത് നമ്മൾ യൂസ് ചെയ്യുന്നതിന്റെ ഒരു വിഷയം കൂടെ ഉണ്ട്. വീടുകൾ അവർക്ക് ചില മുൻ കഥകളൊക്കെ അറിയാമായിരുന്നവരുണ്ട്. കഥ നമുക്ക് പറയണ്ട, നമുക്കുണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ട് ആ കഥകൾ. അത് കേട്ട് പരിചയം ഉണ്ടാകും ആ വീട് വരുന്നവർക്ക്, അതും ഉണ്ടാകും. പക്ഷെ എനിക്ക് ഈ വീട്ടിൽ വന്നപ്പോൾ നമ്മൾ ഷൂട്ടർ മാത്രമല്ല, ഇന്റർവ്യൂ എടുക്കാൻ ആ വീട് ഒഴിഞ്ഞു വരുന്നു. ഞാൻ ഇവിടെ ചെയ്തപ്പോ തന്നെ മോനും ചേച്ചി അവിടെ നിൽക്കുമ്പോൾ അടുക്കളയിലേക്ക് നമ്മുടെ ലൈറ്റിന്റെ അടുക്കള ഉപയോഗിക്കുന്നില്ലോ എന്ന്, അതുമില്ല നിങ്ങൾ ഉപയോഗിച്ചത് കൊടുക്കുന്നത് ഞാൻ കണ്ടു. എനിക്ക് ഭയങ്കര സന്തോഷം. അവരുടെ അടുക്കളയിൽ വരെയാണ് നമുക്ക് ഉപയോഗിക്കാനുള്ള ഒരു അവസരം തന്നത്. എനിക്ക് നേരിട്ട് ഇവിടെ ഇരുന്നപ്പോൾ അനുഭവം ഉണ്ടായി. അത്തരം വീടുകൾ ചുരുക്കമാണ് എന്ന് നമുക്ക് പറയാം. കൂട്ടുകുടുംബം പോലെയാണ് ഇപ്പം പണ്ട്. ഇപ്പോൾ അങ്ങനെ ഇല്ല എന്ന് തോന്നുന്നു. പിന്നീട് നമുക്ക് ബന്ധങ്ങൾ കുറഞ്ഞു ക്യാരവാനിൽ കയറിയിരിക്കുമ്പോൾ അല്ലെ, ആളുകളുമായിട്ട്, നമ്മുടെ സുഹൃത്തുക്കളുമായിട്ട് അല്ലെങ്കിൽ ക്രൗഡ് നമുക്ക് സഹിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ആയി മാറിപ്പോകും. കുറച്ച് 10 പേര് ചുറ്റും കൂടിയാല് ശ്വാസം മുട്ടുന്ന അവസ്ഥയിലേക്ക് നമ്മൾ പരുവം മാറിപ്പോകും. അതൊരു പേടിയുണ്ട്. ആ ഒരു പേടി മാത്രമല്ല. നിങ്ങൾ ചേച്ചിയുമായിട്ട് വിദേശ യാത്രകൾ പോയിട്ടില്ലേ? നിങ്ങൾ പ്രോഗ്രാമിന് എവിടെയൊക്കെയാ പോയിരിക്കുന്നത് ചേച്ചി? മണാലി പോയിട്ടുണ്ട്, മണാലി ആദ്യം പറഞ്ഞു. അമേരിക്ക പോയിട്ടുണ്ട്, സിംഗപ്പൂർ പോയിട്ടുണ്ട്. അമേരിക്ക പോയില്ല അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു യാത്രയൊക്കെ? നല്ലായിരുന്നു, നല്ലൊരു ആസ്വദിച്ചല്ലേ? ഇനിയും യാത്രകൾ പോകുന്നില്ലേ? ഇന്ദ്രസേട്ടൻ ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ടല്ലോ. ഇത്തവണ അവാർഡ് മേടിക്കാൻ പോകുമ്പോ ചേച്ചി പോകുന്നില്ലേ? എല്ലാരുമായിട്ട് പോണം. ഡൽഹി പോയിട്ടുണ്ട്. അല്ല, അവാർഡ് മേടിക്കാൻ എല്ലാരും കൂടെ പോണം. മക്കളും എല്ലാരുമായിട്ട് പോണം. അല്ല, അവാർഡ് മേടിക്കാൻ പോകുമ്പോൾ വേറെ സുഖമല്ല നമുക്ക്. പോകുന്നില്ലേ? ഇത്തവണ അവാർഡ് മേടിക്കാൻ എല്ലാരുമായിട്ട് പോണം, ഉറപ്പായിട്ടും പോണം. ഈ മക്കള് അച്ഛന്റെ അടുത്ത് നിന്ന് അച്ഛൻ അടി കൊടുത്തിട്ടുണ്ടോ? മക്കള് അച്ഛന്റെ കയ്യിൽ നിന്ന് അടി വാങ്ങിയിട്ടുണ്ടോ? മക്കൾ അച്ഛന്റെ കയ്യിൽ നിന്ന് അടി വാങ്ങിയിട്ടില്ല, എന്റെ ചേട്ടനെ കിട്ടാറില്ലല്ലോ. ഈ ചേച്ചിയുടെ അടുത്ത് ചൂടാവുമ്പോൾ മക്കളുടെ അടുത്ത് ചൂടാവോ? കുറവാണ്, നല്ല സ്നേഹമാണ്. മക്കളുടെ എന്തെങ്കിലും പറയാനുള്ളത് കൂടെ എന്റെ അടുത്ത് ചൂടാവും. അതുകൂടെ ഇങ്ങോട്ട് പറയല്ലേ? പക്ഷെ ഇന്ദ്രസേട്ടൻ ഒരിക്കലും നേരത്തെ പറഞ്ഞാൽ ഒരു തയ്യൽക്കാരിൽ നിന്നും ഒരു സിനിമാ നടനിലേക്കായി. ആ സിനിമാ നടൻ ഇപ്പോൾ ഏറ്റവും അറിയപ്പെടുന്ന, ഇന്ത്യ അറിയപ്പെടുന്ന ഒരു കലാകാരനായി. ഇതിനു മുമ്പുമായി ഇപ്പോഴും അത്രയും അറിയുന്ന കലാകാരനാകുമ്പോൾ അതിന്റെ ഒരു സന്തോഷം വേറെ അല്ലേ? നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരാളാണല്ലോ നമ്മുടെ ഭർത്താവ് എന്ന് പറയുന്നത്. അതിന്റെ ഒരു അഹങ്കാരമൊക്കെ ഉണ്ടോ ചേച്ചി? ഇല്ല, അഹങ്കാരമൊന്നുമില്ല. ഇന്ദ്രസേട്ടാ സ്വല്പമെങ്കിലും അല്ലേ? എവിടെയെങ്കിലും
അതൊന്നുമില്ലാണ്ട് എനിക്ക് ചേച്ചിയെ കണ്ടപ്പോ തൊട്ട് ഞാൻ ഇന്നലെ ഇന്റർവ്യൂവിൽ കണ്ടിരുന്നു. ഇവിടെ അവാർഡ് കിട്ടിയപ്പോ ചേച്ചി പറയുന്ന ഒരു നിഷ്കളങ്കമായ വാക്കുകൾ ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടാണ് ഞാൻ ഇന്ന് ചേച്ചി ഇവിടെ കാണണം. ഞാൻ ചേച്ചിയെ നേരിട്ട് ഇന്നാണ് കാണുന്നത്, ഇന്നലെ ഇന്റർവ്യൂവിൽ കാണുന്നത്. ഈ പറഞ്ഞ പോലെ പല ലൊക്കേഷനും. നീ വന്നില്ലേ? ഏത്? നീ ഉണ്ടായോ? എവിടെ? കല്യാണത്തിന് ഞാൻ വന്നില്ല അല്ലേ? ഇല്ലല്ല, ഇന്ദ്രസേട്ടൻ മാത്രമേ ഉള്ളൂ. ഇന്ദ്രസേട്ടൻ അവിടെ ഷൂട്ടിംഗ് പോയിട്ടാണ് കല്യാണത്തിനൊക്കെ ഓടിയെത്തിയത്. ഇന്ദ്രസേട്ടൻ ഇപ്പൊ നമ്മൾ ഇരിക്കുന്നത് ചേർത്തല ജയൻ ചേട്ടൻ സംവിധാനം ചെയ്യുന്ന സിനിമയിലാണ് അല്ലെ? ചേർത്തല ജയൻ ചേട്ടൻ എന്താ പറയാ, രാഷ്ട്രീയക്കാരൻ കൂടിയാണ്, നടൻ കൂടിയാണ്, അങ്ങനെ എല്ലാ വേറെ ടെക്നിക്കൽ വശങ്ങളൊക്കെ അറിയാവുന്നൊക്കെയാണ്. ഈ സിനിമയിലേക്ക് എങ്ങനെ എത്തുന്നത്? എനിക്ക് തോന്നുന്നു കൂടുതലും ബന്ധം വെച്ച് തന്നെയായിരിക്കും. ഞാനൊക്കെ പടം ചെയ്യുമ്പോഴത്തേക്ക് അതിലൊരു കഥാപാത്രം തരിക, ചിലയിടത്ത് കഥാപാത്രം. ഇപ്പം എനിക്ക് തോന്നുന്നു കൂടുതലും ബന്ധം തന്നെയായിരിക്കും. ഇപ്പം ഇയാളുടെ നമ്മളെ ആടൂര് ബെൻസിയും ജെയിൻ അവരൊരു കൂട്ടുകെട്ടുണ്ട് അവരുടെ. അപ്പം എനിക്ക് തോന്നുന്ന കൂടുതൽ അടുപ്പം കൊണ്ടായിരിക്കും ആദ്യം എന്നെ അവരുടെ മനസ്സിൽ വന്നിട്ടുണ്ടാവാനാണ് സാധ്യത. ഇതില് പോലീസ് വേഷമാണല്ലോ ചെയ്യുന്നതെന്നാണ് ഞാൻ. പോലീസ് വേഷങ്ങൾ ഒത്തിരി കുറെ ചെയ്തിട്ടുണ്ട് ഇന്ദ്രസേട്ടൻ. വേറെയും പോലീസ് വേഷം ഒരുപാട് പോലീസ് അത്തരം ഒരു ടൈപ്പ് കാസ്റ്റ് ആയി പോകുന്നു എന്നെല്ലാം ഓർത്തിട്ടുണ്ട്. പോലീസ് വേഷം വീണ്ടും വരും. അല്ല, ഞാൻ ഒരുപാട് സൂക്ഷിക്കേണ്ടത് വെച്ചാല് ഒരു പോലീസുകാരനുള്ള ഒന്നും എൻ്റെ ഇല്ല. അപ്പം ഒരുപാട് സൂക്ഷിച്ച് കുറച്ചങ്ങനൊക്കെ ചെയ്യാന്നുള്ളതേ ഉള്ളൂ. അത് കൂടി പോകുന്നതോടെ എനിക്ക് പേടിയാണ്. പിന്നെ ശരി, അത് കുറച്ചൊക്കെ കരുത്തും കാര്യങ്ങളും. പിന്നെ സംവരണാടിസ്ഥാനത്തിലൊക്കെ ചില പറയാൻ നോക്കി, ഞാൻ കളിച്ചിട്ട് കിട്ടിയതാ ഞാൻ, അല്ലെങ്കിൽ സ്പോർട്സ് കോട്ടയിൽ കിട്ടിയതാ എന്നൊക്കെ എല്ലായിടത്തും പറയാൻ പറ്റില്ല. അങ്ങനെയൊക്കെ മാർക്ക് കിട്ടിയ എന്നൊക്കെ എല്ലാ കഥാപാത്രങ്ങളും. അപ്പം വളരെ കുറച്ച് കഥാപാത്രങ്ങൾക്കൊക്കെ അങ്ങനെ എൻ്റെ ശരീരം പോലീസുകാരൻ്റെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ആഹാരത്തില് ഇപ്പൊ ഒരു നിയന്ത്രണം ഉണ്ടോ? ആഹാരം കഴിക്കുന്നതിൽ? ഇല്ല. നന്നായിട്ട്. പണ്ട് അങ്ങനെ അല്ലായിരുന്നു ഞാൻ കേൾക്കുന്നു. പണ്ടും അങ്ങനെയാണ്. പിന്നെ അല്ല, ഈ ശരീരം അങ്ങനെ ഒന്ന് ശരീരാനെ തിന്നു തേയുന്നതാ. ഓവർലോഡ് കയറ്റി തളർത്തിയിടും. ചേച്ചി ചെയ്യുന്ന ഫുഡിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താണ് പാചകം ചെയ്യുന്നതില്? ഇന്ദ്രസേട്ടൻ നേരത്തേക്ക് നെത്തോലി നന്നായിട്ട് വെച്ച് തരുമല്ലോ. ഇപ്പൊ നെത്തോലി കിട്ടാനില്ല. നേരത്തെ അല്ലെ? എങ്കിലും നമുക്കൊരു ഇഷ്ടമുണ്ടല്ലോ, നമ്മുടെ വൈഫ് വെക്കുന്ന എല്ലാ ഫുഡും നല്ലതായിരിക്കും. പക്ഷെ നമുക്ക് ഏറ്റവും ടേസ്റ്റ് വരുന്നത് അങ്ങനെ പറയാൻ പറ്റില്ല. അമ്മയുള്ള സമയം മുതൽ, അവരുടെ അമ്മയും എൻ്റെ അമ്മയൊക്കെ ഉള്ള സമയം മുതൽ ഇവര് കയ്യാളായിട്ട് നിന്നിട്ടുള്ളതുകൊണ്ട് ആ ഒരു രുചി തുടർന്ന് കിട്ടിയിട്ടുള്ളൂ. അങ്ങനെ ആ ഒരു കൈപ്പുണ്യമുണ്ട്. ഈ ചേട്ടന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് എന്താ, അത് തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? ഇഡ്ഡലി ദോശയൊക്കെ വലിയ ഇഷ്ടമാണ്. രാവിലത്തെ മീൻകറിയോ? മീൻകറി, നെത്തോലി, ഉണക്ക നെത്തോലി പൊടിച്ചത്, കറി വെച്ചത്, അതൊക്കെ ഇഷ്ടമാണ്. അതൊക്കെയാണ് ഇഷ്ടമല്ലേ? അതനുസരിച്ച് വീട്ടിൽ വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാറുണ്ടോ? എപ്പോഴും ഉണ്ടാക്കൂല, വല്ലപ്പോഴും ഉണ്ടാക്കും. ചമ്മന്തിപ്പൊടി സ്ഥിരമായിട്ട് കാണും. ചമ്മന്തിപ്പൊടി സ്ഥിരമായിട്ട് വീട്ടിൽ ഉണ്ടാക്കി വെക്കും അല്ലെ? അത് കൊടുക്കും. ലൊക്കേഷനിൽ കൊടുത്തു വിടാറുണ്ടോ? അത് വേണ്ടെന്ന് പറയും. ചേച്ചി ലൊക്കേഷൻ വരുമ്പോ ഫുഡുകൾ കഴിക്കാറുണ്ടല്ലോ? ലൊക്കേഷൻ വന്ന് കുറെ ഫുഡുകൾ, കുറെ കറികൾ കാണുമല്ലോ. ലൊക്കേഷൻ ഫുഡ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ. അത് കഴിച്ചിട്ട് വീട്ടിൽ പോകുമ്പോ ചേട്ടൻ വരുമ്പോ ഈ കറികൾ തന്നെ മതിയോ എന്നൊക്കെ ചോദിക്കാറുണ്ടോ? ലൊക്കേഷൻ കുറെ കറികളും ഫുഡും ഒക്കെ ഉണ്ടോ? അത് നമുക്ക് അതൊന്നും 2 ദിവസം കഴിക്കുമ്പോൾ മടിക്കും. അതെയോ? ചേട്ടനൊക്കെ എത്ര ദിവസമാണ് കഴിച്ചോണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതാണ് വീട്ടിലേക്ക് വരുമ്പോ കൊതിയാവുന്നത്, എന്തൊക്കെയൊന്ന് കഴിക്കാൻ. ലൊക്കേഷൻ ഫുഡുകളാണല്ലോ ചേട്ടന്റെ. വീട്ടിൽ 1-2 കറി മതി, പക്ഷെ ടേസ്റ്റ് വേണം. അത് എത്ര കഴിച്ചാലും മടുക്കൂല. ഈ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ചൂടാവോ? ഇല്ല, അത് കുഴപ്പമൊന്നുമില്ല. ഏതും കഴിച്ചോളൂ. അത് തന്നെ ഒരു ഭാഗ്യമല്ലേ? എല്ലാവർക്കും അങ്ങനെ കിട്ടില്ല. പഴങ്കഞ്ഞി ആയാലും ദോശ ഇഡ്ഡലി ആയാലും ചോറായാലും. പഴങ്കഞ്ഞിയൊക്കെ കുടിക്കുന്നത് നല്ലത് തന്നെയാ. ഇന്ദ്രസേട്ടൊക്കെ പഴങ്കഞ്ഞി കുടിക്കുന്നതല്ല, ഞാൻ കുടിക്കാറുണ്ട് ഇന്ദ്രസേട്ടൻ. എനിക്ക് ഇഷ്ടമുള്ള രാവിലെ എനിക്ക് ചോറിനോട് പ്രിയം. രാവിലെ നമ്മുടെ സ്പെഷ്യലാണ്. ചില ദിവസം ഇന്ന് സ്പെഷ്യലാണ് പഴങ്കഞ്ഞി. വെജിറ്റേറിയൻ ആണോ കൂടുതൽ ഇഷ്ടം? വെജിറ്റേറിയൻ ആണോ ഇഷ്ടമല്ലേ? ഇനി ഇന്ദ്രസേട്ടൻ ഒരു സിനിമ ഡയറക്ഷനിലേക്കൊന്നും പോകാത്ത എന്തുകൊണ്ടാണ്? ഒരു സിനിമ ഡയറക്ഷൻ ചെയ്യണം എന്നൊക്കെ ആഗ്രഹമില്ലേ? എളുപ്പമാണ്, പക്ഷെ അങ്ങനെ ചെയ്താൽ പോരല്ലോ. നമ്മൾ കുറേ കാലം ഇതിന്റെ കൂടെയൊക്കെ നടന്നിട്ട് ഒരു സിനിമ ചെയ്യുമ്പോൾ അതങ്ങനെ അത് ഏത് രീതിയിലും ചർച്ച ചെയ്യാൻ പറ്റുന്നതോ അതിന്റെ പ്രമേയം കൊണ്ടോ ഒക്കെ അങ്ങനെ ആവണം. അത്രയും ബഹുമാനം എനിക്ക് അതിനുണ്ട്, ഡയറക്റ്റ് എടുത്തുണ്ട്. അത് അങ്ങനെ നിൽക്കാൻ പറ്റിയില്ലെങ്കിൽ ചെയ്യരുത് എന്നുള്ളതുണ്ട്.
ചെയ്യില്ല എന്ന് പറയുന്നില്ല. അങ്ങനെ ചെയ്യാൻ ചെയ്യില്ല എന്ന് പറയില്ല. ചെയ്യുവാണെങ്കിൽ ഇങ്ങനെ ചെയ്യണം. പേടിയാണ്. ചെയ്യുവാണെങ്കിൽ ഇങ്ങനെ ചെയ്യണം. ചെയ്യണം. അങ്ങനെ ഈ ചില ആളുകൾ വന്ന് കഥ പറഞ്ഞ് നമ്മൾ ഭയങ്കര ഇംപ്രഷൻ ആക്കും. ഭയങ്കര കഥ പറഞ്ഞിട്ട് നമ്മൾ ഇപ്പൊ ഇത് പൊളിക്കാന്ന് പറയും. പക്ഷെ അത് എടുത്തു വെക്കുന്നതും വേറെ രീതിക്കും. അങ്ങനെയൊക്കെ അബദ്ധം പറ്റിയിട്ടുണ്ടോ? അല്ല, അങ്ങനെ പോയി അബദ്ധം പറ്റും. അതുകൊണ്ട് ഞാൻ കഥ ദയവ് ചെയ്ത് പറയല്ലേ. സ്ക്രീൻ പ്ലേ വെച്ചാണോ ഷൂട്ട് ചെയ്യണമെങ്കിൽ അതൊന്നും തന്നാ മതി, സമയത്ത് തന്നാ മതി എന്നൊക്കെ പറഞ്ഞു വിടും. അങ്ങനെ പറയല്ലേ? അല്ല, ഇങ്ങനെ പറ്റാറുണ്ട്. അതുകൊണ്ട് തന്നെ പറ്റിയിട്ടുണ്ടോ? നല്ല കാതികന്മാരൊക്കെ വരും. പക്ഷെ പിന്നീട് നോക്കുമ്പോ അവിടെ ഒന്നും കാണൂല. ഒന്നും കാണില്ല. സ്ക്രീൻ പ്ലേയും കാണൂല. ഇന്ദ്രൻസേട്ടൻ ചെയ്തു വെച്ച കഥാപാത്രത്തിൽ എന്നും മനസ്സിൽ ഓർത്തു വെക്കുന്ന എല്ലാ കഥാപാത്രവും നല്ല ഉണ്ടല്ല, മനസ്സിൽ പെട്ടെന്ന് ഓർത്തു വരുന്ന ഒരു കഥാപാത്രം എന്തായിരിക്കും? അത് ഇറമുള്ളാൻ, മുക്രി, രാമായണം, കഥാവിശേഷൻ, ആദ്യത്തെ കൺമണി, അങ്ങനെ കുറേ കഥാപാത്രമാണ്. ഇപ്പം നമ്മൾ ആളൊരുക്കവും നമ്മളീ പറയുന്ന ഇപ്പം ചെയ്യുന്ന പടങ്ങളൊക്കെ ചില എന്നും ഇഷ്ടപ്പെട്ട ഒരു സിനിമയിൽ നിന്നും എന്നും ഇഷ്ടപ്പെട്ട നമ്മൾ ചേർത്ത് പിടിച്ച ഒരു ആള് ആരെന്ന് ചോദിച്ചാൽ ഒരു പേര് പറയാനുണ്ടാവുമോ? സിനിമയ്ക്കുള്ളിൽ നമ്മളെ ചേർത്ത് പിടിച്ചിരിക്കും, നമുക്ക് എന്തുണ്ടായാലും ചേർത്ത് പിടിക്കുന്ന ഒരാൾ എന്ന് പറഞ്ഞാൽ ഒരാളുടെ പേര് പറയാനുണ്ടാവും. എല്ലാവരും ഉണ്ടാകും, എങ്കിലും മനസ്സിലെപ്പോഴും എം പി സുകുമാരൻ നായർ, രാജസേനൻ, അങ്ങനെ കുറച്ച് തുടക്കത്തിലെ തന്നെ നമ്മുടെ ഒന്ന് പാകമാക്കുന്നതിന് നിന്ന ആൾക്കാർ. സുകുമാരൻ, ടി വി ചന്ദ്രൻ സാർ, അടൂർ സാർ ഉൾപ്പെടെ ഉള്ളവരുടെ നമ്മുടെ ഒരു സിനിമയുടെ ചിന്ത തന്നെ മാറ്റി തന്നവരാണ്. ഒരുമാതിരിപ്പെട്ട സംവിധായകരോടൊക്കെ അഭിനയിച്ചു. ഇനിയിപ്പോ ഈ മലയാള മേഖലയിൽ പഴയകാല സംവിധായകർ ആരുടെയും കൂടെ അഭിനയിക്കാത്തതുണ്ടോ? അഭിനയിക്കണം തോന്നിയവരുണ്ടോ? ഫാസിൽ സാറിന്റെ കൂടെ. ഫാസിൽ സാർ കഴിഞ്ഞ അമ്മയുടെ മീറ്റിങ്ങിൽ വന്നിട്ട് അമ്മയുടെ മഴവില്ല അവരുടെ ഫംഗ്ഷൻ ഫാസിൽ സാർ എന്തോ സംസാരിച്ച കൂട്ടത്തിൽ എന്റെ കാര്യമൊക്കെ പറഞ്ഞു. വലിയ അംഗീകാരം കിട്ടി. പറഞ്ഞിട്ട് ഇപ്പൊ ഇത്തിരി ആയതേ ഉള്ളൂ. സാറിന്റെ പ്രവചനം പോലെ തന്നെ ഇപ്പൊ ഈ അവാർഡിന്റെ കാര്യം വന്നു. അതുപോലെ ഫാസിൽ സാറിന്റെ പടത്തിൽ അഭിനയിക്കാൻ ഇഷ്ടം. അപ്പോൾ പണ്ട് ഹരിശ്രീ അശോകനൊക്കെ സാറിന്റെ പടത്തിലെ അപൂർവമായിട്ട് അവനും അഭിനയിച്ചിട്ടുള്ളൂ. ഏതോ പടം കഴിക്കുമെന്ന് പറഞ്ഞ് സാറ് അഭിനയിച്ച് ക്യാരക്ടർ ചെയ്ത് കാണിക്കും, നമുക്ക് അതുപോലെ ചെയ്യാൻ പറ്റില്ലടാ, സാർ അത്ര നീറ്റായിട്ട് കാണിച്ചു തരും എന്നൊക്കെ പറയും. അപ്പൊ എനിക്ക് സാറിന്റെ പടത്തിൽ അഭിനയിക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ സാറിൻ്റെ അടുത്ത് കഴിഞ്ഞ വർഷം പറയുകയും ചെയ്തു. പിന്നെ അതുപോലെ പ്രിയൻ സാറൊക്കെ നല്ല നമുക്കിഷ്ടം, നമ്മളെ കൂട്ടൊക്കെ തന്നെ. പക്ഷെ എപ്പോഴും ഒരു അവസരം കിട്ടിയപ്പം വേറെ പടങ്ങളുടെ ഒരു ക്ലാഷിന് പോകാൻ പറ്റിയില്ല. പിന്നെ കിട്ടിയിട്ടില്ല. ജോഷി സാറിന്റെ പിന്നെ കൊതിക്ക് 2020 അഭിനയിച്ചാണല്ലോ. അപ്പൊ ഈ രണ്ടുപേരുടെ കൂടെ അഭിനയിക്കാൻ പറ്റാത്ത അല്ലെ? ഈ രണ്ടുപേരുടെ കൂടെ അഭിനയിക്കാൻ ഒരു ഭാഗ്യം ഉണ്ടാവും. രണ്ട് റൂട്ടാണ്, രണ്ട് റൂട്ടിലുള്ള യാത്ര ചെയ്യുന്ന ഡയറക്ടർമാരാണ്. അവരുടെ കൂടെ യാത്ര ചെയ്യുമ്പോഴും ഇന്ദ്രൻസേട്ട് ഈ രണ്ട് റൂട്ടിലും അഭിനയിക്കാൻ പറ്റിയ കലാകാരനാണെന്ന് തെളിയിക്കുക ചെയ്യാൻ എല്ലാ വേഷം ചെയ്തല്ലോ. തയ്യാറെടുപ്പുണ്ടല്ലോ. അത് ശരിയാണ്. ഇന്ദ്രൻസേട്ടിന്റെ കൂടെ അഭിനയിച്ച നായികമാരായിട്ടും പേരായിട്ട് അഭിനയിച്ചാലും എന്നും ഒരു അഭിനയത്തിന്റെ ഏറ്റവും മികവ് കാഴ്ചവെച്ച ആരായിരിക്കും? ഞാൻ ശ്രീനിവാസൻ ചേട്ടന്റെ അടുത്ത് ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞു, ശ്രീചേട്ടന്റെ അടുത്ത് ഒരു ഇന്റർവ്യൂ ചോദിച്ചു, എനിക്ക് അഭിനയത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ പേരായിട്ടാണ് ഉർവശി ചേച്ചിയാന്ന് പറഞ്ഞു എന്നോട്. അതുപോലെ ഇന്ദ്രൻസേട്ടന്റെ കൂടെ അഭിനയിച്ചാൽ ഒരു പേരായിട്ട് തോന്നി ഒരു ബാലൻസ് ചെയ്യുമ്പോൾ ആരായിരിക്കും എടുത്തു പറയാൻ? കൽപ്പന, മഞ്ജുപിള്ള നമുക്ക് അങ്ങനെ അധികം അവസരം കിട്ടിയിട്ടുള്ളൂ. അവര് വളരെ സേഫാണെന്ന് തോന്നുന്നു. നമുക്ക് വീണ്ടും ഒന്നുകൂടെ ഉഷാറായിട്ട് ചെയ്യാനുള്ള തിരിച്ചവരെ നിന്ന് കിട്ടും. അവരുടെ ഒരു നോട്ടമായാലോ ഒരു മൂളലായാലും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നതായിരുന്നു. ആ കൽപ്പന ചേച്ചിയുടെ മോളി സിനിമയിലുണ്ട്, ഈ പടത്തില് ജയചേട്ടന്റെ പടത്തിലുണ്ട്. അതൊരു ഭാഗ്യമാണ് അല്ലെ? മോള് ഈ സിനിമയിൽ അഭിനയിക്കുന്നു. ആ ഇന്ദ്രൻസേട്ടനും ആ മോക്കും ഒരു ഭാഗ്യമാണ്. അത്രയും കൽപ്പന ചേച്ചിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ആ മോളുടെ കാര്യം എനിക്ക് ഓടിയെത്തിയത്. ആ ഈ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. ഞാൻ കുറച്ചുകൂടെ ചെറുതിലെ കൽപ്പനയും അനിലും ഒക്കെ ആയിട്ടൊരു പടത്തിന് വർക്കിന് പോയി. വർക്ക് ഒരു ഷോയ്ക്ക് എന്തോ പോയി. അപ്പൊ മോളുണ്ട്, ഇവളുണ്ട്, കുഞ്ഞായിരുന്നു. അതിനുശേഷം പിന്നെ കാണുന്ന എവിടെ സെറ്റിൽ വരുമ്പോഴാണ് കാണുന്നത്. അതും ഒരു ഭാഗ്യമാണ് അല്ലെ? ഈ മമ്മൂക്കായുടെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്, ലാലേട്ടന്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. മമ്മൂക്ക ലാലേട്ടൻ രണ്ട് രീതിയാണ്. മമ്മൂക്കായിൽ നിന്നും കിട്ടിയിരിക്കുന്ന ഒരു ഓർത്തിരിക്കാവുന്ന ഒരു ഉപദേശം എന്തായിരിക്കും? അല്ലെങ്കിൽ ഓർത്തിരിക്കാൻ പറഞ്ഞ ഒരു സംസാരം എന്തായിരിക്കും? അങ്ങനെയല്ല, പക്ഷെ നമുക്ക് പറയാതെ പല കാര്യങ്ങളും നമുക്ക് കിട്ടും. അങ്ങനെയൊന്നും പറയുമോ?
നമ്മൾ ഡയലോഗ് പഠിക്കണമെന്നും ശ്രദ്ധിക്കണമെന്നും ഒക്കെ അങ്ങനെ പറയാതെ നമുക്ക് കിട്ടും. പ്രോംപ്റ്റ് കേൾക്കാൻ നിൽക്കാതെ. പിന്നെ അതുപോലെ ശരീരം ഒന്ന് നോക്കുമ്പോൾ അറിയാം എൻ്റെ വയറ് കൂടി, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഷേപ്പ് മാറുന്നു, താൻ തോന്നിയായിട്ട് നടക്കുന്നു എന്നൊക്കെ തോന്നുന്നതിന് ചിലരോടൊക്കെ പറയുകയും ചെയ്യും. അപ്പൊ അത് ഒരു നമ്മൾ കാണിക്കേണ്ട, നമ്മളിൽ പാലിക്കേണ്ട ചില ഡിസിപ്ലിനൊക്കെ വളരെ കൃത്യമായിട്ട് ആള് ചെയ്യുന്നുണ്ട്. അത് കണ്ടുപഠിച്ചൂടെ എന്നൊക്കെ ചിലപ്പോ ആ നോട്ടത്തിൽ കാണാം. അങ്ങനെ വലിച്ചു വലിച്ച് തിന്നുവൊന്നുമില്ല. അതൊരു പറയാതെ പറയുന്ന കുറെ കാര്യം. ലാൽസാറ് തന്നെ മൂടി എന്ത് പ്രശ്നം, മൂടിയായിട്ടിരിക്കണ്ട എന്നുവെച്ചാൽ എപ്പോഴും ഒരു ഉത്സാഹത്തിന്റെ ഒരു വിത്തൊക്കെ വെതറിയിട്ടങ്ങ് പോയിക്കളി. അത് അത് രണ്ട് രീതിക്കാണുള്ളൂ അല്ലെ? രണ്ട് രീതിക്കാണ്. രണ്ടുപേരും പഠിക്കാനുണ്ട്. ചേച്ചി ഈ ആദ്യകാലത്തൊക്കെ ലൊക്കേഷൻ പോയിരുന്നല്ലോ. അപ്പം ഒത്തിരി ആദ്യകാലങ്ങളിലൊക്കെ ലൊക്കേഷൻ പോകുമ്പോൾ നമ്മള് വലിയ വലിയ നടന്മാരെ കാണുമല്ലോ. അതൊക്കെ ഭയങ്കര സന്തോഷമല്ലായിരുന്നു ഇന്ദ്രൻസേട്ടന്റെ കൂടെ പോയി എല്ലാം കാണുന്നത്. അപ്പൊ അന്നൊന്നും ഈ ആദ്യകാലം ഒന്നും പോകുമ്പോൾ മൊബൈൽ ക്യാമറ ഒന്നും ഇല്ല. അന്നൊക്കെ ഫോട്ടോ എടുക്കണ ഒരു ടെൻഡൻസി അവരെ കൊണ്ട് തന്നെ എടുപ്പിക്കും. അങ്ങനെയൊക്കെ എടുത്ത ആരെയായിരിക്കും ഏറ്റവും ആദ്യം ഫോട്ടോ എടുത്ത ആരെയായിരിക്കും? ഇല്ല അല്ലേ? സന്തോഷം, സംസാരിക്കും. ഫോട്ടോ ഒന്നും എടുക്കലൊന്നുമില്ല. ഇപ്പോഴും ഇല്ല. ഇപ്പൊ ഇന്ദ്രൻസേട്ടന്റെ കൂടെ പോകുമ്പോൾ ചേച്ചിനെ കൂടെ ഒരുമിച്ച് നിർത്തി ഫോട്ടോ എടുക്കാറുണ്ട് ചില ആളുകൾ വരുമ്പോ. അപ്പൊ അത് നിന്ന് കൊടുക്കാറുണ്ടോ? ഇപ്പോഴാണ് ഇതിന്റെ അടുത്ത് ഇങ്ങനെ വന്ന് നിൽക്കുന്നത്. അല്ലെങ്കിൽ അതാ കൂടുതൽ റൂമിൽ നിന്ന് ഇറങ്ങാത്ത അതുകൊണ്ട് വന്ന് നോക്കിയിട്ട് പോയി ഇപ്പോഴാണ് ഇച്ചിരി ഇങ്ങനെയൊക്കെ വെളിച്ചത്ത് വരുന്നത്. അത് ഇപ്പോഴാണ് ഫ്രീ ആയ മക്കളൊക്കെ അതുപോലെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് ശാന്തം ഒന്ന് ശാന്തമായി. ശാന്തമായി. ഈ പറഞ്ഞ പോലെ പല സ്റ്റേജ് ഷോയ്ക്കൊക്കെ പുറത്തു പോയിട്ടുണ്ടോ? ഈ സ്റ്റേജ് ഷോ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കും ഇന്ദ്രൻസേട്ടന്റെ അഭിനയൊക്കെ സ്റ്റേജിൽ നേരിട്ട് കാണണം സിനിമ കാണണം വ്യത്യാസമുണ്ടല്ലോ. അപ്പൊ അവിടെ കണ്ടിട്ട് കൈയടിക്കും, അല്ലെങ്കിൽ ചിരി വരും, ചിരിക്കും. അത് കഴിഞ്ഞിട്ട് അതിനെ കുറിച്ച് ചർച്ച ചെയ്യുമോ ഷോ കഴിഞ്ഞിട്ട്? എന്തെങ്കിലും ചെയ്യേണ്ട കാര്യങ്ങൾ ചിലപ്പോൾ അറച്ചു പോണെങ്കിൽ അത് ഇന്നതുപോലെ ചെയ്തുകൂടെ എന്നൊക്കെ ചോദിക്കല്ലേ? കൃത്യമായിട്ട് വിലയിരുത്തും എല്ലാ കാര്യങ്ങളും. സിനിമയിലും അങ്ങനെ വിലയിരുത്തും. സിനിമയിൽ വരുന്നത് ഇന്ദ്രൻസേട്ടൻ അഭിനയിച്ച സിനിമയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതായിരിക്കും? ഒരുപാടുണ്ട്, അങ്ങനെ ഒരെണ്ണമായിട്ട് പറയാൻ പറ്റില്ല. എങ്കിലും മനസ്സിൽ ഒന്ന് ഓർത്തു വെക്കുമ്പോ പെട്ടെന്ന് ഒരുപാടുണ്ട്. ഇന്ദ്രൻസേട്ടൻ ചെയ്ത സിനിമയിൽ ഇത് ചേട്ടൻ ഇത് ചെയ്യണ്ടായിരുന്നു കേട്ടോ എന്ന് പിന്നെ തോന്നിയ സിനിമയുണ്ടോ? അതാണ് പറയാൻ പാടില്ലാത്തത്. മറ്റേത് പറഞ്ഞാൽ കുഴപ്പമില്ല, ഇതാകുമ്പോ പെട്ടെന്ന് കിട്ടൂല്ലോ. ഇപ്പൊ ഇന്ദ്രൻസേട്ടൻ എന്റെ മനസ്സ് പിടിച്ചിട്ട് പറയരുതെന്ന് പറഞ്ഞ അങ്ങനെ തോന്നിയിട്ടില്ല. കേട്ടില്ലേ? അത് അവിടെ ക്ലാസ് ഏറ്റോ? ക്ലാസ് ഏറ്റെന്നുള്ളതാണ് അതിനകത്ത്. അല്ല എന്തായാലും ഉണ്ടാവുമല്ലോ. അല്ല അല്ലെ, ഇന്ദ്രൻസേട്ടൻ എപ്പോഴും ചിരിച്ച് അഭിനയിക്കുന്ന സിനിമ തന്നെയാണ് ഇഷ്ടം അല്ലേ? അല്ലേ? അതാണ് നമുക്ക് വേണ്ട ഇന്ദ്രൻസേട്ടനിൽ നിന്ന്. നമുക്ക് ക്രൂരനാവുന്ന ഒരു ഇന്ദ്രൻസേട്ടനെ നമുക്ക് കാണാൻ പറ്റില്ല. ആളുകൾ തിയേറ്ററിൽ നമുക്ക് അറിഞ്ഞുകൊണ്ട് പോകുന്ന ഒരു പ്രേക്ഷകരെ നമുക്ക് കാണാൻ പറ്റില്ല. അതല്ലേ ചേച്ചിയുടെ മനസ്സിലുള്ളത് അല്ലെ? ഓണ ഓർമ്മകൾ എങ്ങനെയാണ്? നിങ്ങൾ ഓണത്തിനൊക്കെ ഒരുമിച്ച് കൂടാറുണ്ടോ? വീട്ടില് അങ്ങനെ വളരെ കുറച്ചാന്ന് തോന്നുന്നു അല്ലെ? മുമ്പ് ആദ്യകാലത്തൊന്നും ചേട്ടനെ പെട്ടെന്ന് കിട്ടൂലായിരുന്നു കോസ്റ്റ്യൂം സമയത്തൊക്കെ. ഇപ്പോഴും ഇടയ്ക്ക് കിട്ടൂല. ഓണത്തിന് കിട്ടില്ല. ഈ തവണ ഓണം എങ്ങനെയാണ്? പ്ലാനിങ് ഉണ്ടോ? ഉണ്ടാവുമെന്ന് വിശ്വസിക്കാം. കുട്ടികളൊക്കെ ആരെങ്കിലൊക്കെ വരും, അതിന്റെ ദിവസമൊക്കെ മക്കളൊക്കെ വരും. അല്ല, ഈ തവണ വീട്ടിലാണോ ഓണം കൂടാൻ ഒരു പ്ലാനിങ് ഉള്ളത്? ഇത്തവണ ഒരു ദിവസം ഇവിടെ നമുക്ക് ഓണത്തിന് ഷൂട്ടിംഗ് ഇല്ല, ആ വീട്ടിൽ പോകും. അടുത്താണല്ലോ, ഇവിടുന്ന് കുറച്ച് ദൂരം ഉള്ളതുകൊണ്ട്. അപ്പൊ ഈ തവണ വീട്ടിലാണോ ഓണം കേട്ടോ? ഇത്തവണ വീട്ടിലാണ് ഓണം. ഏറ്റവും ഓടിയെത്തുന്ന ഓണ ഓർമ്മ എന്തായിരിക്കും? അത് കുഞ്ഞിലേക്ക് ഉള്ളതാണ്. ഒന്ന് വെളുത്തെങ്കിൽ ഓണക്കോടി ഒന്ന് ഇടാൻ ഫിറ്റ് ചെയ്യാൻ വേണ്ടിട്ടൊക്കെ നിൽക്കില്ലേ, മണക്കുന്ന സോപ്പൊക്കെ തേച്ച് കുളിച്ച് പുതിയ ഓണക്കോടിയൊക്കെ ഇട്ട് അത്തകളക്കുന്നിടത്തൊക്കെ പോയി അങ്ങനെ കറങ്ങി നടക്കുന്ന. പക്ഷെ അത് ആ ബാല്യം മാറുമ്പോഴത്തേക്ക് പിന്നെ നേരത്തെ തന്നെ കുറേ ആകുമ്പോഴത്തേന് നമുക്ക് ഒരുപാട് ഉത്തരവാദിത്വങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് ആ നിറവൊന്നും പിന്നെ കിട്ടിയിട്ടില്ല. ഈ നാടകത്തിലൊക്കെ അഭിനയിക്കുമായിരുന്നു. നാടകത്തിലൊക്കെ സീരിയസ് കഥാപാത്രം ഒത്തിരി ചെയ്തിട്ടുണ്ടെന്നാണ് എന്റെ ഒരു അറിവ്. അതില്ല, ചെയ്തിട്ടുണ്ടോ? കോമഡി അവിടെയും കോമഡി തന്നെ. ഈ സിനിമയിൽ വന്നതിന് ശേഷം മാത്രമാണ് ഇത്രയും അടുത്താണ് സീരിയസ് കഥാപാത്രത്തിലേക്ക് പോയതല്ലേ? അപ്പൊ ഇന്ദ്രൻസേട്ടൻ ഒത്തിരി സന്തോഷം കേട്ടോ. എനിക്ക് ഈ അവാർഡിന്റെ നിറവിൽ എനിക്ക്
കാന്ത ചേച്ചിയും ഒരുമിച്ച് കിട്ടിയാലാണ് ഞാൻ ഒത്തിരി ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട് ഞാൻ. അല്ല നിങ്ങൾ തന്ന സമ്മാനം പിഴവ് പറ്റിയില്ല എന്ന് മനസ്സിലായി. നമ്മുടെ പ്രേക്ഷകരാണെന്ന് വിധി എഴുതാം. ടിവിക്ക് വേണ്ടി ഞാൻ കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ യാത്ര ചെയ്ത വോട്ടിംഗ്, ആ വോട്ടിംഗ് പിഴ വന്നിട്ടില്ല. മതിപ്പ് കിട്ടിയത് പിഴ.